ഓരോ തെരഞ്ഞെടുപ്പിലും കത്തിക്കയറുന്ന വിവാദങ്ങൾ ഉണ്ടാകും. വിദ്വേഷവും ഏറ്റുമുട്ടലും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകാറുണ്ട്. ചില പദപ്രയോഗങ്ങൾ വലിയ ചർച്ചയാകാറുമുണ്ട്. മുഖ്യമന്ത്രി തുടങ്ങി വെച്ച പദപ്രയോഗം ഇപ്പോൾ വലിയ ചർച്ചയാണ്. ചെറ്റത്തരം എന്ന പ്രയോഗമാണ് ജി സുധാകരനെതിരെ നടത്തിയതാണ്. ഒപ്പം തന്നെ ഡോക്ടർ തോമസ് ഐസക് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ കോമാളി പരാമർശവും ഒക്കെ വലിയ ചർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതിൽ ഐസക് തിരുത്തുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ന്യായീകരിക്കപ്പെടുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ കൊച്ചിയിലാണ് LDF പ്രചാരണത്തിനിടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ഒരു പരാമർശം നടത്തുന്നത്, കോമാളി പരാമർശം നടത്തുന്നത്. ഇത് വലിയ വിവാദമായി. CPM BJP ഡീൽ ആരോപണത്തോടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിക്കെതിരായ വ്യക്തിപരമായ ഒരു അവഹേളനം എന്ന നിലയിൽ തന്നെ അത് ചർച്ചയായി. കോമാളി വേഷം കെട്ടുന്ന നടന്മാരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് വോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നായിരുന്നു തോമസ് ഐസക് ചോദിച്ചത്. പിഷാരടിയെ കോമാളി എന്ന് വിളിച്ചു. അത് വലിയ ചർച്ചയാകുമ്പോൾ അതിൽ തോമസ് ഐസക് തന്നെ ഖേദപ്രകടനം നടത്തി. പലസ്തീൻ പരാമർശം മുൻനിർത്തിയാണ് വിമർശിച്ചത് എന്നതാണ് അദ്ദേഹം വിശദീകരിച്ചത്. കലാകാരനെ അപമാനിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല എന്നും താൻ പറഞ്ഞത് രാഷ്ട്രീയമാണെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം. LDF ഉണ്ടാക്കിയിട്ടുള്ള ഏതോ ഡീലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകുന്ന വേളയിൽ കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ വിമർശനം രാഷ്ട്രീയമാണ്. മോശം പറയാനല്ല താൻ ഉദ്ദേശിച്ചത്. തന്റെ വിമർശനം രാഷ്ട്രീയം എന്നതാണ് തോമസ് ഐസക് പറയുന്നത്. എന്തായാലും തോമസ് ഐസക്കിന്റെ ഈ പ്രതികരണം വന്നതിന് ശേഷം പിഷാരടി ഇതിൽ പ്രതികരിച്ചു. തോമസ് ഐസക്കിന്റെ ആ കോമാളി വിളി എന്ന പ്രസ്താവനയിൽ തനിക്ക് മനോവിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. സീനിയർ നേതാവായ തോമസ് ഐസക് തന്നോട് ക്ഷമാപണം നടത്തേണ്ടിയിരുന്നില്ല എന്നൊക്കെയാണ് രമേശ് പിഷാരടി പറഞ്ഞത്. പലസ്തീൻ വിഷയത്തിൽ താൻ സംസാരിച്ചതിന്റെ ചെറിയ റീലുകളാണ് പ്രചരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരം ചർച്ചകൾ. അവിടെ നടക്കുന്ന ചർച്ചകളിൽ ഇവിടെ പ്രതിഷേധം എന്തിന് എന്ന തരത്തിലുള്ളൊരു ക്ലിപ്പാണ് വലിയ രീതിയിൽ ചർച്ചയായത്. അതിനെ തുടർന്നായിരുന്നു ഐസക്കിന്റെ പ്രതികരണം. അത് ചെറിയൊരു ഭാഗമാണ് ആ രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ പിഷാരടി പറയുന്നത്. തന്നെ അരസംഖ്യ എന്നല്ലേ പറഞ്ഞതെന്നും ഒരു സംഖ്യ എന്ന് പറഞ്ഞില്ലല്ലോ എന്നും ആയിരുന്നു പിഷാരടി മറുപടി പറഞ്ഞത്. മുകേഷിനും ഇന്നസെന്റിനും പ്രചാരണത്തിന് പോയിട്ടുണ്ട്. അതെല്ലാം തപ്പിയെടുക്കട്ടെ. ചെളിവാരി എറിയുന്ന രാഷ്ട്രീയത്തിൽ നിന്നും താൻ മാറി നിൽക്കുകയാണ് എന്നും രമേശ് പിഷാരടി പറഞ്ഞു. അതിന് അത്ര ഇല്ലായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞെങ്കിലും മനോവിഷമമായെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനോവിഷമമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. അത്രേ ഉള്ളൂ. വേറെ അതിൽ അങ്ങനെ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല. എന്തായാലും ആരും ചോദിക്കാതെ തന്നെ തോമസ് ഐസക് അതിൽ ഖേദപ്രകടനം നടത്തിയപ്പോഴാണ് പിഷാരടിയും വാക്കുകൾ മയപ്പെടുത്തിയത്. നേരത്തെ സമരം ചെയ്ത് നേടാവുന്നതല്ല സംസ്കാരം എന്നൊക്കെ രമേശ് പിഷാരടിയും പ്രതികരിച്ചിരുന്നു. CPM-ൽ വലിയ ചർച്ചയായില്ല എങ്കിലും വാക്ക് അതിരുവിട്ടെന്ന സ്വയം ബോധ്യത്തിലാണ് തോമസ് ഐസക് ഈ തിരുത്തൽ വരുത്തിയിരിക്കുന്നത്, ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. വിവാദത്തിൽ കടിച്ചു തൂങ്ങാനില്ല എന്ന് പിഷാരടിയും വ്യക്തമാക്കിയതോടെ എന്തായാലും കോമാളി പരാമർശ വിവാദത്തിന് ഒരു താൽക്കാലിക വിരാമമായിട്ടുണ്ട്. അതേസമയം എന്നാൽ പാലക്കാട്ടെ CPM നേതൃത്വം പിഷാരടിയെ ഈ രീതിയിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് തുടരുകയുമാണ് എന്നത് നമ്മൾ കാണുന്നു. മറ്റൊരു കാര്യം ഇപ്പോഴും ചെറ്റത്തരത്തിൽ തിരുത്തില്ല എന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മന്ത്രി ജി സുധാകരനെയാണ് ഈ ചെറ്റത്തരമെന്ന് അദ്ദേഹം കാണിച്ചത് ചെറ്റത്തരമെന്ന് വിശേഷിപ്പിച്ചത്. ഇതിൽ വിശദീകരണവുമായാണ് ഇപ്പോൾ CPM നേതാക്കൾ രംഗത്ത് വരുന്നത്. AK ബാലനാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ചെറ്റത്തരം എന്ന വാക്കിന് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൽ അർത്ഥമായി പറയുന്നത് അല്പത്തരം, ഹീനത എന്നിങ്ങനെയാണ് എന്നതാണ് AK ബാലന്റെ കണ്ടുപിടുത്തം. അല്പത്തം നിറഞ്ഞ പെരുമാറ്റമായി പോയി ജി സുധാകരന്റേത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് AK ബാലൻ വിശദീകരിക്കുന്നു. ഈ പ്രയോഗത്തിൽ മുഖ്യമന്ത്രിക്ക് മലയാളം നിഘണ്ടു അറിയില്ല, അർത്ഥം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെ പഠിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. ഇതിനേക്കാൾ അപ്പുറമുള്ളൊരു ഭാഷ നിഘണ്ടുവിൽ ഇല്ലാത്തത് കൊണ്ടാണ് താൻ ഉപയോഗിക്കാത്തതെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തികഞ്ഞ വഞ്ചന നിറഞ്ഞ സമീപനം ജി സുധാകരൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഫലപ്രദമായ വാക്കാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് AK ബാലൻ പറഞ്ഞത്. ഒപ്പം ജി സുധാകരനെതിരെയുള്ള പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും ഇന്ന് രംഗത്ത് വന്നു. ചാരുതയുള്ള വാക്പ്രയോഗമാണ് മുഖ്യമന്ത്രിയുടേത് എന്നാണ് അദ്ദേഹം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ഏത് വാക്കിനെയും അതിൻ്റെ പ്രയോഗപരത ഉണ്ട്. ചില സന്ദർഭത്തിലാണ് എൻ്റെ പ്രയോഗപരത.
അപ്പം അശ്ലീലം, ഏതാണ് അശ്ലീലം? അശ്ലീലം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ചിലത് അശ്ലീലമാണെന്ന് തോന്നുന്നുണ്ടാവും, എന്നാൽ അത് എല്ലാ തരത്തിലും അശ്ലീലമാണല്ലോ. അങ്ങനെയാണ് അശ്ലീലം എന്ന വാക്കിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചു പോകുക. അശ്ലീലം എന്ന വാക്ക് അതിൻ്റെ ഉപയോഗക്ഷമതയിലാണ് അത് ശ്ലീലവും അശ്ലീലവും തമ്മിലുള്ള അതിർവരമ്പ് രൂപപ്പെടുന്നത്. ഇവിടെയും അങ്ങനെയാണ്. വാക്കിൻ്റെ പ്രയോഗം എന്നത് ഒറ്റപ്പെടുത്തി എടുത്തിട്ട് പറയുന്നതാണ് നിങ്ങളുടേത്. വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ ചാരുത ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ സന്ദർഭവുമായി ബന്ധപ്പെടുത്തിയാൽ ചാരുതയുള്ളൊരു വാക്ക് പ്രയോഗമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയത്. ദോഷൈക ദൃക്കുകൾക്ക് അവരുടെ ദൃഷ്ടിക്കനുസരിച്ചാണ് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക. ആ വ്യാഖ്യാനം കേരളത്തിലെ ചില മാധ്യമങ്ങൾ നടത്തുണ്ടായി. അതിന് ആ നിലയിൽ കണ്ടാൽ മതി. എന്തായാലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തു നിന്ന് UDF-ലേക്ക് പോയ NK പ്രേമചന്ദ്രനെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി നടത്തിയ പദപ്രയോഗം, പരനാറി പ്രയോഗം വലിയ ചർച്ചയായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പിലും കൊല്ലത്ത് അത് ചർച്ചയായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ആ പദപ്രയോഗം സ്വാധീനിച്ചു എന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റൊരു പദപ്രയോഗം മുഖ്യമന്ത്രി നടത്തിയിരിക്കുകയാണ്. അത് സമാനമായ ഒരു സാഹചര്യത്തിലാണ് G. സുധാകരനെതിരെയാണ് നടത്തിയിരിക്കുന്നത്. അത് G. സുധാകരന് അനുഗ്രഹമാകുമോ എന്നത് കണ്ടറിയാം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരെ അതിന് കാത്തിരിക്കേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മളുടെ വാർത്തകൾ ഇന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.